അംശി മുംബൈയിലേക്ക് ഏവർക്കും സ്വാഗതം. മുംബൈ നഗരം ആഘോഷങ്ങളുടെ നിറവിലാണ്. മുംബൈയിലെ വിവിധ ഇടങ്ങളിലായി നടന്ന മണ്ഡലപൂജ മഹോത്സവത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. പിടിച്ച നഗരജീവിതത്തിന് ഭക്തിയുടെ മേലാപ്പ് ചാർത്തി മറ്റൊരു മണ്ഡലകാലം കൂടി വരവായി. നമ്മുടെ കോപ്പർക്കടന അയ്യപ്പ സേവാ സംഘം ട്രസ്റ്റിന്റെ ഉത്സവം 75ഓളം കലാകാരന്മാരെ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഏറ്റവും ഭംഗിയായി പ്രവാസ മനസ്സുകളിൽ ആത്മീയതയുടെ നെയ്ത്തിരി തെളിയിക്കുന്നു. ജീവകാരുണ്യ പ്രോഗ്രാം ആയി ചിലതൊക്കെ ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ ചില മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി. ഇനി അയ്യപ്പ സമാജങ്ങളും സാംസ്കാരിക സംഘടനകളും ജാതി മതഭേദമന്യേ മണ്ഡലവിളക്ക് പൂജകളിൽ പങ്കെടുക്കുമ്പോൾ മുംബൈ നഗരത്തെ അസഹിഷ്ണുതയോ വർഗീയ ചിന്തകളോ തൊട്ട് തീണ്ടിയിട്ടില്ലായിരുന്നു. പനവേൽ ശ്രീ അയ്യപ്പ മന്ദിറിന്റെ ആഗമനത്തിൽ നിന്നുള്ള ഈ പ്രൊസഷനിലും പള്ളിയുടേതായ ഭാഗത്തുനിന്നും പങ്കാളികളാകാനായിട്ട് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാ വർഷവും പള്ളിയുടേതായ രീതിയിൽ ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ പ്രൊസഷൻ പങ്കെടുക്കുന്ന എല്ലാ അംഗങ്ങൾക്കും കാര്യങ്ങൾ കൂടാതെ തന്നെ സോഷ്യോ കൾച്ചറൽ ആക്ടിവിറ്റീസ് കൂടുതലായി നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഐക്യം അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം. തമ്മിലുള്ള പ്രൊസഷനിൽ എല്ലാ വർഷവും നമ്മുടെ പള്ളിയുടെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ വിവിധ മതസംഘടനകളുടെ ഭാഗത്തു നിന്ന് സ്വീകരണവും സഹകരണവും ഇത് വേറെ ഒരിടത്തും കാണാൻ കഴിയാറില്ലാത്തതാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന അയ്യപ്പ പൂജകൾ ഓരോ ഭക്തന്റെയും ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെയും സമർപ്പണത്തിന്റെയും ഭക്തിയുടെയും നിറക്കാഴ്ചകളാവുന്നു. അയ്യപ്പ തത്വം സ്പ്രെഡ് ചെയ്യാനും അയ്യപ്പ ധർമ്മം എന്താണെന്ന് നാട്ടുകാരെ മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അയ്യപ്പ സേവാ സംഘം എന്ന നിലയ്ക്ക് കേരളത്തിന് പുറത്ത് മലയാളികളെ ഒറ്റക്കെട്ടായി നിർത്തുന്നതിലും ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഒറ്റക്കെട്ടായി നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സേവാ സംഘം കൂടിയാണ്. താലപ്പൊലിയുടെ അകമ്പടിയോടെ നഗരപ്രദക്ഷിണം ചെയ്യുമ്പോൾ പഞ്ചാരിമേളത്തിന്റെ പ്രതിധ്വനിയിൽ നഗരം സ്വാമി അയ്യപ്പനിലേക്ക് സ്വയം അർപ്പിതമാവുന്നു.
ഒരു ഉച്ചയൂണിൽ വിസ്മൃതിയിലേക്ക് മറയുന്ന ഓണാഘോഷത്തെക്കാൾ പ്രവാസ മനസ്സുകളിൽ എന്നും ഒരു നെയ്ത്തിരിയായി അയ്യപ്പ പൂജകൾ അവന്റെ കർമ്മപഥങ്ങളിൽ വെളിച്ചം വീശുന്നു. ശരണം വിളികൾ ഭക്തിസാഗരം തീർക്കുന്ന മണ്ഡല ആഘോഷങ്ങളിൽ മലയാളികൾ മാത്രമല്ല മറുനാട്ടുകാരും കൈകോർക്കുമ്പോൾ അത് നാനാത്വത്തിലെ ഏകത്വമാവുന്നു. അവിടെ തത്വമസിയുടെ പൊരുൾ അനർത്ഥമാകുന്നു. പ്രാർത്ഥനാ നിർഭരമായ 3 ദിവസത്തെ അയ്യപ്പ പൂജകൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട അന്നദാനം കൊണ്ടും കുട്ടികളുടെ നൃത്യങ്ങളാലും ഭക്തിയുടെ സംഗീതാർച്ചനകളാലും ഭഗവാൻ ആ നിർവൃതിയിൽ ഓരോ ഭക്തനും സ്വയം മലിഞ്ഞില്ലാതാകുമ്പോൾ അവനിൽ ഉരുകിത്തീരുന്നത് അവന്റെ അഹന്തയും സ്വാർത്ഥയും പ്രതികാരവും പ്രതിഷോധവുമാണ്. വാദ്യമേളങ്ങൾ കൊട്ടിക്കയറുമ്പോൾ ദീപാരാധന കഴിഞ്ഞ് നട തുറക്കുമ്പോൾ സ്വാമിയേ ശരണമയ്യപ്പ എന്ന മന്ത്രധ്വനി എല്ലാ ഖണ്ഡങ്ങളിൽ നിന്നും ഒരേ സ്വരത്തിൽ ഉയരുമ്പോൾ ആകാശക്കീറിൽ അവിട്ടുകൾ പല വർണ്ണങ്ങളിൽ പൊട്ടിവിരിയുന്നു. ഇനിയൊരു കാത്തിരിപ്പ് കൂടി അടുത്ത മണ്ഡലകാലത്തിനായി. അതുവരെ മനസ്സിന്റെ തൃക്കോവിലിൽ തെളിഞ്ഞു കത്തുന്ന ശരണമന്ത്രം തത്വമസി, അത് നീയാകുന്നു. ക്രിക്കറ്റിൽ വിസ്മയം തീർത്ത പ്രണവ് ധനവത് ചരിത്ര നേട്ടത്തിലേക്ക്. സച്ചിനാണ് ക്രിക്കറ്റിലെ ഇഷ്ടതാരമെന്നും സച്ചിൻ സമ്മാനിച്ച ബാറ്റ് ജീവിതത്തിൽ കിട്ടിയ വേറൊരു സന്തോഷമാണെന്നും പ്രണവ് കൈരളി പീപ്പിളിനോട് പറഞ്ഞു. फेवरेट प्लेयर है सचिन तेंदुलकर है मेरे. മഹാരാഷ്ട്രയിലെ കല്യാൺ വെസ്റ്റിലെ രാംബാഗിലെ കദം ചാലിൽ താമസിക്കുന്ന